ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് സൂപ്പർ മാർക്കറ്റുകളുടെ കഥയിലേക്കാണ്. ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ സൂപ്പർ മാർക്കറ്റുകളിൽ പോകാത്തവരായി ആരും തന്നെയും ഇല്ല. 2000-ൻ്റെയൊക്കെ ആദ്യം നമ്മുടെ നാട്ടിലെ പലവ്യഞ്ജന കടകൾ പതുക്കെ പതുക്കെ മാറി ചെറിയ ചെറിയ സൂപ്പർ മാർക്കറ്റുകൾ വന്നു തുടങ്ങി. പിന്നീട് അത് മാർജിൻ ഫ്രീ മാർക്കറ്റ്സായി. പിന്നീട് അത് കഴിഞ്ഞ് വലിയ സൂപ്പർ മാർക്കറ്റുകൾ വന്നു തുടങ്ങി. ഇപ്പോൾ അതും കഴിഞ്ഞ് ഹൈപ്പർ മാർക്കറ്റുകളുടെ കാലമാണ്. വലിയ വലിയ റീറ്റെയിൽ ചെയിനുകൾ മാനേജ് ചെയ്യുന്ന ഹൈപ്പർ മാർക്കറ്റുകളുടെ കാലമാണ്. എന്നാൽ ഈ സൂപ്പർ മാർക്കറ്റുകളെല്ലാം തുടങ്ങിയത് എവിടെയാണ്? ഇതിൻ്റെ പിന്നിലുള്ള കഥ എന്താണ്? ഇതിലേക്കൊക്കെയാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ കഥ തുടങ്ങുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഏതാണ്ട് അവസാനത്തെ ടൈമിലാണ്, 1916. അപ്പോഴാണ് അമേരിക്കയിൽ ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നത്. പിഗ്ലി വിഗ്ലി എന്നായിരുന്നു ആ സൂപ്പർ മാർക്കറ്റിൻ്റെ പേര്. അതിന് മുമ്പ് വരെ വലിയ ഗ്രോസറി കടകളിൽ, അതായത് നമ്മൾ പലവ്യഞ്ജന കട പോലുള്ള കടകളിൽ നമ്മുടെ നാട്ടിലുള്ള ഓരോ സാധനങ്ങൾ ചോദിക്കുന്ന ആൾക്കാർക്ക് പാക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിഗ്ലി വിഗ്ലിയിലാണ് ആദ്യമായിട്ട്, ഒരു വല്ലാത്തൊരു പേരാണ് പിഗ്ലി വിഗ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പിഗ്ലി വിഗ്ലിയിലാണ് ആദ്യമായിട്ട് ആൾക്കാർക്ക് പോയി ഇഷ്ടാനുസരണം സാധനങ്ങൾ എടുക്കാനും ബില്ല് ചെയ്യാനും പറ്റുന്ന ഒരു സമ്പ്രദായം വന്നത്. ശരിക്കും പറഞ്ഞാൽ അന്നത് ആൾക്കാർക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്ത് ഒരു ഷോപ്പിംഗ് ബാസ്ക്കറ്റും, അന്ന് ട്രോളിയില്ല, ഷോപ്പിംഗ് ബാസ്ക്കറ്റും പിടിച്ചു കൊണ്ടുപോയി സാധനങ്ങൾ എടുക്കുന്നത്. കാരണം അവിടെ ക്ലർക്കുണ്ട്. ക്ലർക്കിൻ്റെ അടുത്ത് എടുത്തു തരാൻ പറഞ്ഞാൽ ക്ലർക്ക് വളരെ റെസ്പെക്റ്റ്ഫുള്ളി, ഇല്ല നിങ്ങൾക്ക് എടുക്കാം, ഇനി ഈ മാർക്കറ്റിൽ ഞങ്ങൾ എടുത്തു തരത്തില്ല എന്ന് പറഞ്ഞൊരു ഡിനേ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതൊന്നും ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. വളരെ ചെറിയ സ്പേസിലുള്ള സൂപ്പർ മാർക്കറ്റ്, അതായത് നമ്മുടെ ഇന്നത്തെ മാർജിൻ ഫ്രീ മാർക്കറ്റുകൾ നിൽക്കുന്ന സ്പേസിലുള്ള കടകളായിരുന്നു ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ അവിടെ നിന്ന് 1916 പിഗ്ലി വിഗ്ലി തുടങ്ങുന്നു. പിന്നീട് അങ്ങോട്ട് ഒട്ടനവധി സൂപ്പർ മാർക്കറ്റ് ചെയിനുകൾ, കിങ് കുലൻ പോലുള്ള സൂപ്പർ മാർക്കറ്റ് ചെയിനുകൾ അമേരിക്കയിൽ തുടങ്ങുന്നു. അമേരിക്കയായിരുന്നു ഇതിൻ്റെ ഒരു ഒറിജിനേഷൻ, അല്ലെങ്കിൽ ഒരു ഒറിജിൻ അമേരിക്കയിലായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞു. അതിൻ്റെ മഹായുദ്ധം കഴിഞ്ഞിട്ട് ഒരു വലിയ ഇൻഡസ്ട്രിയലൈസേഷൻ ഡ്രൈവ് അമേരിക്കയിൽ ഒട്ടാകെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും ആൾക്കാർ നഗരപ്രദേശങ്ങളിലേക്കും നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലേക്കും കുടിയേറി പാർക്കുവാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ അന്ന് ഭരണകർത്താക്കൾക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, ഇങ്ങനെ വികസിച്ചു വരുന്ന ഒരു അർബൻ പോപ്പുലേഷൻ, ഒരു നഗരവുമായി ബന്ധപ്പെട്ട് വരുന്നൊരു പോപ്പുലേഷൻ എങ്ങനെ ചീപ്പായിട്ട് ഫുഡ് എത്തിക്കാം, എഫക്റ്റീവ്ലി എങ്ങനെ ഫുഡ് എത്തിക്കാം എന്നുള്ളൊരു വലിയ സങ്കീർണമായൊരു പ്രോബ്ലം അവരുടെ ഫ്രണ്ടിലുണ്ടായിരുന്നു. കാര്യം അന്ന് കൃഷിയിടങ്ങളിൽ മാനുവൽ ലേബറായിരുന്നു കൂടുതലും. ആ മാനുവൽ ലേബർ വെച്ചിട്ട് ഉള്ള പ്രൊഡക്ഷൻ, ഈ ഡിമാൻഡിന് മീറ്റ് ചെയ്യാനുള്ള അത്രയും പ്രൊഡക്ഷൻ അന്ന് ഇല്ലായിരുന്നു. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ മുട്ട, പാല്, മീറ്റ് അതുപോലുള്ള സാധനങ്ങൾ പ്രൊഡക്ഷൻ എങ്ങനെ കൂട്ടാം, അങ്ങനെ വലിയ ഓവറോൾ ഫുഡുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെ വലിയ സങ്കീർണമായൊരു പ്രോബ്ലം തന്നെയായിരുന്നു. പിന്നീട് കാലം പതുക്കെ കടന്നുപോയി. കാലക്രമേണ 1-2 സൂപ്പർ മാർക്കറ്റുകൾക്ക് അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാലം കഴിഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധം വന്നു. രണ്ടാം ലോക മഹായുദ്ധം വന്ന് കഴിഞ്ഞതോടുകൂടി ആൾക്കാരുടെ മൊത്തത്തിലുള്ള കൺസപ്ഷൻ പാറ്റേണിനും ബിഹേവിയറിനും എല്ലാം വലിയ മാറ്റം സംഭവിച്ചു. 1946 എൻ്റെ അമേരിക്കയിൽ ഫുഡ് കൺസപ്ഷനിൽ 28% മാത്രമായിരുന്നു സൂപ്പർ മാർക്കറ്റുകൾ. ബാക്കിയെല്ലാം നമ്മുടെ മോം ആൻഡ് പോപ്പ് ഷോപ്സ് എന്നാണ് അതിന് പറയുന്നത്. അവർ നമ്മുടെ നാട്ടിലെ പലവ്യഞ്ജന കടകൾ പോലെ, നമ്മൾ സത്യൻ ചേട്ടൻ്റെ കടയും ഗോപാലൻ ചേട്ടൻ്റെ കടയും എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ നാട്ടിലെ പലവ്യഞ്ജന കടകൾ പോലുള്ള കടകളിൽ നിന്ന് വാങ്ങിയിരുന്നതും ബാക്കി 72% കൺസപ്ഷൻ. എന്നാൽ 1954 ആയപ്പോൾ ആ 28% എന്നുള്ളത് 48% കൂടി. 1963 ആയപ്പോൾ അത് 70% കൂടി. അതായത് ടോട്ടൽ കൺസപ്ഷൻ്റെ, ഫുഡ് കൺസപ്ഷൻ്റെ 70% സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നായി. ഇതിന് 1-2 പ്രധാന കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ചില എന്താ പറയുക, ഒരു ഫ്രീക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുണ്ട്. ഫ്രീക്കണോമിക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് വേണമെങ്കിലും പറയാം. എവിടെയെങ്കിലും നടക്കുന്ന ഒരു സംഭവം മറ്റൊരു സംഭവത്തിന് കാരണമായി മാറുന്ന രീതിയിൽ, പക്ഷേ പ്രത്യക്ഷ അങ്ങനെ കാരണമാണെന്ന് നമുക്ക് തോന്നത്തില്ല. ഒരു റിലേഷനും കാണില്ല രണ്ട് സംഭവങ്ങളും തമ്മിൽ. പക്ഷേ ശരിക്കും ഈ ഒരു എ എന്ന് പറഞ്ഞ ഒരു ഈവൻറ്റിൻ്റെ ഒക്കറൻസ് ആയിരിക്കും പിന്നീട് എഫ് എന്ന് പറഞ്ഞ വേറൊരു ഈവൻറ്റിൻ്റെ ഒക്കറൻസിനുള്ള കാരണം. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ലോകം ശരിക്കും 2 ധ്രുവങ്ങളായി മാറി. ഒന്ന് ക്യാപിറ്റലിസത്തിൻ്റെ അപ്പോസ്തലന്മാരായ അമേരിക്കയും അവരുടെ ശക്തികളും, മറ്റേ സൈഡിൽ കമ്മ്യൂണിസത്തിൻ്റെ അപ്പോസ്തലന്മാരായ റഷ്യയും അവരുടെ സഖ്യശക്തികളും. അപ്പോൾ 2 ഗ്രൂപ്പുകളുണ്ട്. 2 ഗ്രൂപ്പുകളും ഇഞ്ചോടിഞ്ച് പോരാടുകയാണ്. പോരാടുന്ന യുദ്ധമല്ല ഉദ്ദേശിച്ചത്, ബാക്കി ഒരു ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും ശരി, പിന്നെ ആയുധ നിർമ്മാണത്തിൻ്റെ കാര്യത്തിലായാലും സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കാര്യത്തിലായാലും കൂടുതൽ റിസർച്ചും പഠനവും ഒക്കെ
ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. എങ്ങനെയും മറ്റേ ആളെക്കാൾ ഒരു പടി മുന്നിൽ എങ്ങനെ എത്താമെന്ന് രണ്ട് ധ്രുവങ്ങളും എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ ആദ്യത്തെ വിക്ടറി ഉണ്ടായത് കമ്മ്യൂണിസത്തിൻ്റെ അപ്പോസ്തലന്മാരായ റഷ്യയ്ക്കായിരുന്നു. 1957 അവർ സ്പുട്നിക് എന്ന് പറയുന്ന ആദ്യത്തെ ഉപഗ്രഹം സ്പേസിൽ വിക്ഷേപിച്ചു. അത് സ്പേസിലൊരു വലിയ വിക്ടറി ആയിരുന്നു റഷ്യയ്ക്ക് കൊടുത്തത്. കാര്യം ചിന്തിച്ച് നോക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആദ്യത്തെ സാറ്റലൈറ്റ് ഭൂമിക്ക് മേളിൽ വിക്ഷേപിക്കുന്ന ഒരു ഐഡിയ ആയിരുന്നു. അമേരിക്ക ആ ഒരു ഈവൻറ്റിനെ ബാക്ക് ഓഫ് ആയിപ്പോയി. അപ്പോൾ അങ്ങനെ സ്പുട്നിക്കിൻ്റെ വിക്ഷേപണം ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ പൊളിറ്റിക്സിലും അതുകൊണ്ട് അവിടുത്തെ ഭരണകർത്താക്കന്മാരിലും എല്ലാം വലിയ സംഭ്രാന്തി ഉണ്ടാക്കി. ആ സംഭ്രാന്തി എന്ന് പറഞ്ഞാൽ എങ്ങനെയും റിസർച്ചിന് കൂടുതൽ കാശ് ചിലവാക്കുക, അത്തരം റിസർച്ചിന് കൂടുതൽ കാശ് ചിലവാക്കിയാൽ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ള ഈൽഡ് ലഭിക്കത്തുള്ളൂ. സയൻസ് ആസ് എ വേ ഓഫ് ലൈഫ് എന്നുള്ളൊരു അപ്രോച്ച് നമ്മൾ സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ, റഷ്യയെ ബീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് അമേരിക്ക മനസ്സിലാക്കി. 1957 കഴിഞ്ഞ് വന്ന ബഡ്ജറ്റുകളിലെല്ലാം തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറിന് ഭയങ്കരമായ അലോക്കേഷൻസ് ഉണ്ടായിരുന്നു, ബഡ്ജറ്റ് അലോക്കേഷൻസ് ഉണ്ടായിരുന്നു. അത് USDA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ, അവർക്ക് ഒരുപാട് ഫണ്ട് ഗവൺമെൻറ് അലോക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫണ്ടെല്ലാം റിസീവ് ചെയ്തതിന് ശേഷം USDA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ, അവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അവർ വെറും അഗ്രികൾച്ചറിനെ സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല ചെയ്തത്. റൂറലായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നും റോഡുകൾ കണക്ടിവിറ്റി നിർമ്മിച്ചു മെയിൻ സിറ്റികളിലോട്ട്. റൂറലായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇലക്ട്രിഫിക്കേഷൻ കൊണ്ടുവന്നു. കാര്യം ഇത് രണ്ടും പ്രധാനപ്പെട്ട സംഭവങ്ങളായിരുന്നു. എവിടെയെങ്കിലും ഉള്ള ഉൾനാടൻ ഗ്രാമപ്രദേശത്ത് ഉണ്ടാകുന്ന തക്കാളിയും പിന്നെ പാവയ്ക്കയൊക്കെ അവർക്ക് വണ്ടിയിൽ ട്രാവൽ ചെയ്ത് ഈ ഒരു മെയിൻ സ്ഥലത്ത് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കണമായിരുന്നു. അതിന് മുമ്പ് അതിന് സാധ്യമല്ലായിരുന്നു. കുതിരവണ്ടികളും മറ്റുമൊക്കെ ആയിരുന്നു. 1953 ഐസൻഹോവർ എന്നത് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഐസൻഹോവറിൻ്റെ റോൾ ഭയങ്കരമാണ്. അതൊരു പ്രത്യേകം കഥയായിട്ട് തന്നെ നമുക്ക് പറയാനുണ്ട്. ശരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ഇൻ്റർ സ്റ്റേറ്റ് നെറ്റ്വർക്ക് അമേരിക്ക ക്രിയേറ്റ് ചെയ്തതിൻ്റെ പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. അതിൻ്റെ ചുക്കാൻ വഹിച്ചത് അമേരിക്കൻ പ്രസിഡൻ്റ് ഐസൻഹോവറായിരുന്നു. അപ്പോൾ 1950 മുതൽ 60 വരെ ഇൻഫ്രാസ്ട്രക്ചർ ലെവലിൽ അമേരിക്ക വലിയ കുതിച്ചുചാട്ടം നടത്തി. ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തെക്കാളും വലിയ കുതിച്ചുചാട്ടം ഈ സമയത്ത് അമേരിക്ക നടത്തി. അങ്ങനെ ഈ അമേരിക്കയിലുള്ള എല്ലാ പ്ലേസസും വളരെ എഫക്റ്റീവ്ലി കണക്റ്റഡായി. എവിടെ എന്ത് സാധനം ഉണ്ടാക്കിയാലും ട്രക്കിലത് ഒരു മെയിൻ ഗോഡൗണിലോട്ട് കൊണ്ടുവരാനും അവിടെ നിന്ന് ഒരു പ്രോസസ്സിംഗ് പ്ലാനിലോട്ട് കൊണ്ടുവരാനും ഒക്കെ സാധിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവർ ബിൽഡ് ചെയ്തു. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഡയറക്റ്റായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറിൻ്റെ ഭാഗത്തുനിന്ന് പാടങ്ങളും വലിയ ഫീൽഡുകളെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതിനുള്ള എഫേർട്ടും ഉണ്ടായിരുന്നു. ഇതിനോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ഫോക്കസ് ചെയ്ത വേറൊരു ഏരിയ ആയിരുന്നു വലിയ മെക്കനൈസ്ഡ് ആയിട്ടുള്ള ഈ പാടങ്ങളൊക്കെ നമ്മൾ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന വലിയ എൻജിൻസ്, ഈ അഗ്രികൾച്ചർ ഫാമിലൊക്കെ ഉപയോഗിക്കുന്ന വലിയ എൻജിൻസിൻ്റെ പിന്നെ എഫിഷ്യൻസി കൂട്ടുക, പുതിയ എൻജിൻസ് കണ്ടുപിടിക്കുക, അതിലോട്ടൊക്കെ ഫോക്കസ് ചെയ്യുക. അപ്പോൾ കമ്പനീസിനൊക്കെ ഒരുപാട് സബ്സിഡി കൊടുത്തു. അപ്പോൾ ഒരുപാട് മാനുഫാക്ചറിങ് കമ്പനീസ് അത്തരം ഡിവൈസസ് ഉണ്ടാക്കുന്നതിലോട്ട് ഫോക്കസ് ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ ഒരു ഇൻഡസ്ട്രിയലൈസ്ഡ് അഗ്രികൾച്ചർ എന്നുള്ള ഒരു ലെവലിലേക്ക് എത്താനായിട്ട് അമേരിക്കയ്ക്ക് സാധിക്കുന്നു. ഇൻഡസ്ട്രിയലൈസ്ഡ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഏക്കർ പാടത്തു നിന്നും ഒരു 10,000 തക്കാളി ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഈ പുതിയ ഫാമിംഗ് ടെക്നോളജീസ്, ഫെർട്ടിലൈസേഴ്സ്, പിന്നെ പുതിയ മെഷീൻസ് ഇതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ 1 ഏക്കർ സ്ഥലത്ത് നിന്ന് 100,000 തക്കാളി ഉണ്ടാക്കാം. അതായത് ഈൽഡ് ഏതാണ്ട് 10-15 ഇരട്ടി ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് ഭയങ്കരമായി പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു. ഈ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തപ്പോൾ സൂപ്പർ മാർക്കറ്റുകൾ എന്ന് പറയുന്ന ഒരു എലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളുടെ ആവശ്യകത ഏറി വന്നു. കാരണം അഗ്രികൾച്ചർ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവായി, പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവായി. അത്തരം ഇമ്പ്രൂവായ സാധനത്തിന് നമുക്ക് കസ്റ്റമേഴ്സിന് അടുത്തുകൊണ്ട് എത്തിക്കണമല്ലോ. അപ്പോൾ ആ ഒരു വലിയ സപ്ലൈ ചെയിനിൻ്റെ ലാസ്റ്റ് എൻഡ് പോയിൻ്റ് അല്ലെങ്കിൽ അവസാനത്തെ പോയിൻ്റാണ് ഈ സൂപ്പർ മാർക്കറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ വലിയ ഹ്യൂജ് സൂപ്പർ മാർക്കറ്റുകൾ വരാൻ തുടങ്ങി. ഇപ്പോൾ സിയേഴ്സ് അതുപോലുള്ള ലാർജ്, നമുക്ക് ഈ 10,000 സ്ക്വയർ ഫീറ്റ്, 20,000 സ്ക്വയർ ഫീറ്റൊക്കെ വലുപ്പമുള്ള നമ്മളിന്ന് ലുലു ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കാണുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ പക്ഷേ അതിനേക്കാളും വലിയ സൂപ്പർ മാർക്കറ്റുകൾ പതിയെ പല സ്ഥലങ്ങളിലും വരാൻ തുടങ്ങി. ഈ സൂപ്പർ മാർക്കറ്റുകളിലേക്കുള്ള സാധനങ്ങൾ
ഈ പ്രോസസ്സിങ് വഴി എത്തുവാനും സാധിച്ചു. അത് വളരെ എഫക്റ്റീവ്ലി കോർഡിനേറ്റഡ് ആയിരുന്നു. ഈ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഫാമേഴ്സിന് അത് കറക്റ്റായിട്ട് അതിൻ്റെ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ആൾക്കാർക്ക് സെല്ല് ചെയ്യുക, ഒരുപാട് മിഡിൽ മെൻ എന്നുള്ള സംവിധാനം ഇല്ലായിരുന്നു. ഇന്ത്യൻ ഫാമിംഗ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ മിഡിൽ മെൻ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇവിടെ അത്തരം മിഡിൽ മെൻ ആയിട്ടുള്ള ആൾക്കാരില്ല. ഡയറക്റ്റ് ഡീലുകൾ സൈൻ ചെയ്ത് വലിയ വലിയ ഫാമുകളെടുത്ത് കൃഷി ചെയ്യാനായിട്ട് ആരംഭിക്കുക, അത് എഫക്റ്റീവ്ലി ആൾക്കാരുടെ അടുത്ത് കൊണ്ടുവരാനും സൂപ്പർ മാർക്കറ്റുകൾക്ക് സാധിച്ചു. അങ്ങനെ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഭയങ്കരമായി സ്പ്രെഡാവുന്നു ഒരു 60-65 ടൈം ഫ്രെയിമിൽ. ശരി, അതിനൊരു കുറച്ച് മുമ്പായിട്ട് റഷ്യയും അമേരിക്കയും തമ്മിൽ കുറേ ഈ കോൾഡ് വാർ ആണെങ്കിൽ കൂടിയും അങ്ങോട്ടും കുറച്ച് എഗ്രിമെൻ്റൊക്കെ ഉണ്ട്. അതനുസരിച്ച് ഒരു രാജ്യത്തുള്ള കൾച്ചറൽ സാധനങ്ങൾ മറ്റു രാജ്യത്ത് ഡിസ്പ്ലേ ചെയ്യാം, ഇവിടെയുള്ള കൾച്ചറൽ സാധനങ്ങൾ റഷ്യയിലുള്ളത് അമേരിക്കയിൽ ഡിസ്പ്ലേ ചെയ്യാം, അമേരിക്കയുള്ള റഷ്യയിൽ ഡിസ്പ്ലേ ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ. അതിൽ പ്രധാനമായ 2 ഇവൻ്റുണ്ട്. ഒന്ന്, 1957 അമേരിക്കൻ ഡെമോ യൂഗോസ്ലേവിയയിൽ വെച്ച് നടക്കുന്നു. അപ്പോൾ യൂഗോസ്ലേവിയ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അപ്പോൾ യൂഗോസ്ലേവിയയിൽ വെച്ച് ഒരു 10,000 സ്ക്വയർ ഫീറ്റുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഡെമോ അമേരിക്കൻ ഗവൺമെൻറ് അവിടെ ഓർഗനൈസ് ചെയ്യുവാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഫലവർഗ്ഗങ്ങൾ, പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം തന്നെയും അമേരിക്കയിൽ നിന്നും പ്ലെയിൻ വഴി യൂഗോസ്ലേവിയയിൽ എത്തിക്കുന്നു. കാര്യം യൂഗോസ്ലേവിയയിൽ ഉണ്ടാക്കുന്ന പച്ചക്കറികളോ പഴവർഗ്ഗങ്ങളോ ഒന്നും ഒരു സൂപ്പർ മാർക്കറ്റ് അറ്റ്മോസ്ഫിയറിന് സ്യൂട്ടബിൾ അല്ല എന്ന് മനസ്സിലാക്കി അവർ അമേരിക്കയിൽ നിന്നും ഈ സാധനങ്ങൾ ഫ്ലൈ ചെയ്ത് അവിടെ കൊണ്ട് എത്തുന്നു, അവിടെ യൂഗോസ്ലേവിയയിൽ എത്തുന്നു. അങ്ങനെ യൂഗോസ്ലേവിയയിൽ എത്തി ഇത് ഈ കാണുന്ന യൂഗോസ്ലേവിയക്കാരും അതുമാത്രമല്ല എക്സിബിഷൻ വന്നിരിക്കുന്ന ബാക്കി യൂറോപ്യൻ കൺട്രീസുകാരെല്ലാം ആശ്ചര്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. അവർ ചെറിയ ചെറിയ കടകളും മറ്റൊക്കെ കണ്ടിട്ടുള്ളൂ. ഇത്ര വലിയ ലാർജ് സ്കെയിലിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സെലക്ഷൻ, ഇതെല്ലാം എങ്ങനെ പോസിബിളാണ്? എങ്ങനെയാണ് ഒരു പച്ചക്കറി ഇത്രയും നാൾ നിൽക്കുന്നത്? പിന്നെ വേറൊരു ഒരു പ്രോസസ്ഡ് ഗുഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇതെല്ലാം ഇവർക്ക് ഭയങ്കര ആശ്ചര്യപ്പെടുത്തുന്ന സംഭവങ്ങളായിരുന്നു. എന്തായാലും സംഭവം ഭയങ്കര ഹിറ്റായി. അന്ന് യൂഗോസ്ലേവിയൻ പ്രസിഡൻറ്റ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഗവൺമെൻറ്റായിട്ട് സംസാരിച്ച് ഈ 10,000 സ്ക്വയർ ഫീറ്റ് വരുന്ന സൂപ്പർ മാർക്കറ്റിൽ മൊത്തത്തിൽ ഹോൾസെയിൽ വിലയ്ക്ക് സാധനങ്ങൾ ഉൾപ്പെടെ അങ്ങ് വാങ്ങി അവിടുത്തെ യൂഗോസ്ലേവിയയിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് 1959 ഇത് വളരെ പ്രശസ്തമായൊരു ഇവൻ്റാണ്, നമ്മൾ അടുക്കള സംവാദം അല്ലെങ്കിൽ കിച്ചൺ ഡിബേറ്റ് എന്ന് പറയുന്നത്. അന്നത്തെ റഷ്യ അന്ന് സോവിയറ്റ് യൂണിയനാണ്. സോവിയറ്റ് യൂണിയൻ പ്രീമിയർ ആയിരുന്ന നികിത ക്രൂഷ്ചേവും അമേരിക്കൻ വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന റിച്ചാർഡ് നിക്സണും തമ്മിൽ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഡെമോ, ഒരു അമേരിക്കൻ നാഷണൽ എക്സിബിഷൻ ആയിരുന്നു. അവിടെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു ഡെമോ നടക്കുന്നു. ആ ഡെമോ നടക്കുന്നതിനിടയിൽ അവർ തമ്മിൽ ചെറിയൊരു വാഗ്വാദമൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ വാഗ്വാദത്തിനിടയിൽ നികിത ക്രൂഷ്ചേവ് പറയുന്നു, റഷ്യയിൽ പെർ ക്യാപിറ്റ ബേസിസിൽ ആൾക്കാർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന പാല്, പിന്നെ മീറ്റ്, ഇതൊന്നും അമേരിക്കയ്ക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ പോലും പറ്റില്ല എന്ന് പറയുന്നു. പക്ഷേ അപ്പോൾ റിച്ചാർഡ് നിക്സൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ അമേരിക്ക ഒരു ടോർപ്പെഡോ ആയിരിക്കും എന്നാണ് നികിത ക്രൂഷ്ചേവ് പറയുന്നത്. അപ്പോൾ പിന്നെ റിച്ചാർഡ് നിക്സൺ തിരിച്ചു പറയുന്നു, അത് റഷ്യക്കുള്ള ടോർപ്പെഡോ പണിയുന്നത് ഞങ്ങളുടെ രാജ്യത്തെ കർഷകരാണ്, അവരുടെ ഒരു അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കേപ്പബിലിറ്റിയൊക്കെ നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ് എന്ന് റിച്ചാർഡ് നിക്സൺ പറയും. അങ്ങനെ ആ സംവാദം കഴിയുന്നു. അത് ജസ്റ്റ് ഫ്രണ്ട്ലി കോൺവെർസേഷനാണ്, ചെറിയ ഒരു മുറുമുറുപ്പൊക്കെ ഉണ്ടെങ്കിലും. പിന്നെ അത് കഴിഞ്ഞ് നികിത ക്രൂഷ്ചേവ് അമേരിക്ക വിസിറ്റ് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ ആശ്ചര്യപ്പെട്ടു. കാര്യം ഭയങ്കരമായ കോർഡിനേഷൻ, ഈ സപ്ലൈ ചെയിനൊക്കെ ഭയങ്കര ഹൈലി കോർഡിനേറ്റഡ് സപ്ലൈ ചെയിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓരോ ഫുഡ് പ്രോസസ്സിങ് പ്ലാന്റിലെത്തുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു കോർഡിനേറ്റഡ് എഫേർട്ട് നടക്കുന്നത് ഈ നികിത ക്രൂഷ്ചേവിന് മനസ്സിലായി. ഈ നികിത ക്രൂഷ്ചേവ് ശരിക്കും അമേരിക്കയിൽ നിന്നും പോയപ്പോൾ അമേരിക്കയിൽ നിന്നും ധാന്യവർഗ്ഗങ്ങൾ വാങ്ങാമെന്ന വ്യാപാര കരാറിൽ ഒപ്പിട്ടിട്ടാണ് പോയത്. കാര്യം റഷ്യക്ക് അത്രയും മാസ് പ്രൊഡക്ഷൻ നടത്താനുള്ള കേപ്പബിലിറ്റി ഇല്ല, റഷ്യൻ സിസ്റ്റംസ് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടില്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അമേരിക്കയിൽ നിന്നും ധാന്യങ്ങൾ വാങ്ങാം എന്ന വ്യാപാര കരാർ ഒപ്പിട്ടിട്ട് നികിത ക്രൂഷ്ചേവ് തിരിച്ചു പോകുന്നു. ഇതിനിടയ്ക്ക് സോവിയറ്റ് സയൻറ്റിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് സിസ്റ്റംസൊക്കെ പഠിക്കാനായിട്ട്. പക്ഷേ അമേരിക്ക ക്രിയേറ്റ് ചെയ്ത ഒരു സ്മൂത്ത് അല്ലെങ്കിൽ ഒരു ഫ്ലോലെസ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനായിട്ട് റഷ്യയ്ക്ക് സാധിക്കുന്നില്ല. പിന്നീട് ഞാൻ പറഞ്ഞ പോലെ ഈ സൂപ്പർ മാർക്കറ്റ് എന്നുള്ള കോൺസെപ്റ്റ് വളരെ പെട്ടെന്ന് സ്പ്രെഡാവുന്നു. ഈ സ്പ്രെഡായി വന്നപ്പോൾ അടുത്തൊരു വലിയ പ്രോബ്ലം എന്നല്ല, ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഉൽപ്പാദിപ്പിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറി വർഗ്ഗങ്ങളും എല്ലാം തന്നെ ഈ മെഷീൻസിൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് കേടാവും. അപ്പോൾ അങ്ങനെ കേടാവാതിരിക്കാനായിട്ട് എന്താ പറയുക, കുറച്ചും കൂടെ റഫ് ഹാൻഡ്ലിങ് ചെയ്യാൻ പറ്റുന്ന പഴവർഗ്ഗങ്ങൾ പച്ചക്കറി വർഗ്ഗങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം,
പിന്നെ കൂടുതൽ ഡിസീസസ് ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള ജനറ്റിക് മോഡിഫിക്കേഷൻസ് എങ്ങനെ നടത്താം, അങ്ങനെ വലിയ സ്റ്റഡി ഈ ഒരു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴവും പച്ചക്കറിയാണ്. ഈ പഴവും പച്ചക്കറിയും ഉൾപ്പെടുന്ന ഒരു മേഖലയിൽ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ എങ്ങനെ ഈൽഡ് കൂട്ടി നഷ്ടം കുറയ്ക്കാം, കൂടുതൽ എഫക്റ്റീവ്ലി ഫുഡ് പ്രൊഡ്യൂസ് ഉണ്ടാക്കാം എന്നുള്ള ഒരു ചിന്താഗതി, അത് ഈ പഴവും പച്ചക്കറി വർഗത്തിൻ്റെ കാര്യത്തിൽ. അത് കഴിഞ്ഞ് വേറൊരു സൈഡിൽ മീറ്റ് പ്രോഡക്റ്റുകളുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയാൻ പറ്റില്ല, മീറ്റ് പ്രോഡക്റ്റുകളുടെ ഒരു സ്റ്റഡിയായിരുന്നു. ഈ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ചിക്കൻ ഓഫ് ടുമോറോ പ്രോജക്റ്റ് എന്നാണ് അതിനെ പറഞ്ഞിരുന്നത്. ചിക്കൻ ഓഫ് ടുമോറോ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ വളരെ ക്ലീനായിട്ട് പാക്ക് ചെയ്ത് കട്ട് ചെയ്ത് നീറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല വെടിപ്പോടെ ഇരിക്കുന്ന ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും, എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും, അങ്ങനെയൊക്കെയുള്ള ടോപ്പിക്കുകളിൽ റിസർച്ച് നടത്തിയായിരുന്നു. പിന്നീടുള്ള കുറേ ഫണ്ടും മറ്റു കാര്യങ്ങളൊക്കെ അലോക്കേഷൻ നടത്തിയത്. അവരത് കണ്ടുപിടിക്കുകയും ചെയ്തു. കാരണം എളുപ്പത്തിൽ പ്ലക്ക് ചെയ്യാൻ പറ്റുന്ന ചിറകുകൾ, വളരെ ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കോഴികൾ, അതുപോലെ തന്നെ ഹൈ ബ്രസ്റ്റ് സൈസുള്ള കോഴികൾ, കാരണം ഒരുപാട് മീറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ സയൻസ് ആൻഡ് ടെക്നോളജി ബേസ്ഡ് ഇന്നോവേഷൻസ് ഈ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ മേഖലയിൽ നടക്കുന്നുണ്ടായിരുന്നു. സൂപ്പർ മാർക്കറ്റുകളിൽ പ്രോഡക്റ്റുകൾ എത്തിക്കാനും കൂടുതൽ നാൾ ഗോഡൗണിൽ സ്റ്റോക്ക് ചെയ്യാനും കൂടുതൽ എഫക്റ്റീവ്ലി അത് ഹാൻഡിൽ ചെയ്യാനും ഒക്കെ ആയിരുന്നു ഇതിൻ്റെ ഉദ്ദേശം. അങ്ങനെ ചിക്കൻ ഓഫ് ടുമോറോ പ്രോജക്റ്റ് ഉണ്ടാകുന്നു. നമ്മൾ ഇന്ന് മാർക്കറ്റിൽ വാങ്ങുന്ന, അമേരിക്കൻ മാർക്കറ്റിൽ വാങ്ങുന്ന ചിക്കൻ എല്ലാം തന്നെ ആ ചിക്കൻ ഓഫ് ടുമോറോ പ്രോജക്റ്റിൽ നിന്നും ഇൻസ്പയറായി വന്നിട്ടുള്ള ചിക്കനും എഗ്ഗും ബാക്കി മീറ്റും ഒക്കെ തന്നെയാണ്. 1970 കഴിഞ്ഞതോടുകൂടി വളരെ വളരെ ഹൈ ആയിട്ട് പ്രൊഡക്ഷൻ കൂടി. ഈ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ചുള്ള ഡിമാൻഡ് മാർക്കറ്റിലില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സർക്കാർ ആദ്യമൊക്കെ കുറേ കാശ് കൊടുത്ത് ധാന്യ ശേഖരണം ഒക്കെ നടത്തി ഗോഡൗണിലൊക്കെ സ്റ്റോർ ചെയ്തു. പക്ഷേ അതിനും വലുതായിട്ട്, അതിനും വെളിയിൽ പ്രൊഡക്ഷൻ കൂടുന്നു. അപ്പോൾ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞുകൂടാ. പിന്നെ അങ്ങോട്ട്, അതായത് ഈ ഫീൽഡ് ചെയ്യാതിരിക്കാനായിട്ട്, ഈ പച്ചക്കറികൾ നടാതിരിക്കാനായിട്ട് ചോളം പോലുള്ള സാധനങ്ങളായിരുന്നു മെയിനായിട്ട്. ഹൈബ്രിഡ് കോണായിരുന്നു, വളരെ കുറച്ച് ചിലവിൽ ഒരുപാട് ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ട് ഒരുപാട് ഈൽഡ് തരുന്ന കോണായിരുന്നു. നമ്മൾ കുറച്ച് ഭാഗത്ത് കൃഷി ചെയ്താൽ തന്നെ കൂടുതൽ ഈൽഡ് തരും. അത്തരത്തിലുള്ള കോണൊക്കെ ആയിരുന്നു അന്ന് ഈ സയൻസ് ആൻഡ് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് കണ്ടുപിടിക്കുകയും അത് കൾട്ടിവേറ്റും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഗവൺമെൻറ് അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് പറയുകയാണ്, ഇത് നിങ്ങൾ കുറച്ച് നാളത്തേക്ക് കൃഷി ആയിരിക്കണം, അല്ലെങ്കിൽ കൃഷി എന്നതിൻ്റെ അളവ് കുറയ്ക്കണം എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. പക്ഷേ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ പ്രൊഡക്ഷൻ കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ കൂടിക്കൊണ്ടിരുന്ന പ്രൊഡക്ഷൻ അവസാനം അവർ തന്നെ ഒരു വഴി കണ്ടുപിടിച്ചു. അതെന്താ വെച്ചാൽ ലൈവ് സ്റ്റോക്കിന് ഫുഡായിട്ട് കൊടുക്കുക. ലൈവ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴി, പശു, എരുമ, മനുഷ്യൻ കഴിക്കാൻ ഉപയോഗിക്കുന്ന മീറ്റ് പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ജീവികൾക്കും ഈ കോൺ ഭക്ഷണമായി കൊടുക്കുക. അങ്ങനെ പാടങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്ന കോൺ അനിമൽ ഫാമുകളിലേക്ക് എത്താൻ തുടങ്ങി. അനിമൽ ഫാമുകളിലെ മീറ്റ് പ്രോഡക്ട്സ് സൂപ്പർ മാർക്കറ്റുകളിലേക്ക് എത്താൻ തുടങ്ങി. ഇതൊരു കൺസെപ്ഷനിൽ തന്നെ, ആൾക്കാരുടെ കൺസെപ്ഷനിൽ തന്നെ വലിയ ചേഞ്ച് ഇതുണ്ടാക്കി. ചെറിയൊരു അയലിൽ മാത്രം ഉണ്ടായിരുന്ന സൂപ്പർ മാർക്കറ്റിൻ്റെ മീറ്റ് കോർണേഴ്സ് വലിയ ഒരു സ്ഥലത്തേക്ക് വിസ്തൃതിയിൽ വളർന്ന് വലുതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. ചിക്കൻ്റെ ബ്രസ്റ്റ് പ്രത്യേകം വാങ്ങിക്കാം, ചിക്കൻ്റെ തൈസ് പ്രത്യേകം വാങ്ങിക്കാം, ഡ്രം സ്റ്റിക്ക് പ്രത്യേകം വാങ്ങിക്കാം, അതുപോലെ ബീഫിൻ്റെ ലെഗ് പ്രത്യേകം വാങ്ങിക്കാം, ഷോൾഡർ പ്രത്യേകം വാങ്ങിക്കാം. അങ്ങനെ പല രീതിയിലുള്ള മീറ്റ് പ്രോഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആവാൻ തുടങ്ങി. ഇത്തരത്തിലുള്ള മാർക്കറ്റിലുള്ള അവൈലബിലിറ്റി കൺസ്യൂമറിസത്തിൻ്റെ ഒരു പാറ്റേൺ തന്നെ മാറ്റിമറിക്കുകയുണ്ടായി. 1950-60കളിൽ ഒരു 55 മുതൽ 65 കാലഘട്ടത്തിലേക്ക് USDA ഒരു ഡയറ്റ് പ്ലേറ്റ് പ്രസൻറ്റ് ചെയ്യും ആൾക്കാർക്ക് വേണ്ടി. നിങ്ങൾ ഈ ഡയറ്റാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഈ ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ അങ്ങനെ പ്രസൻറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് മെജോറിറ്റി ഓഫ് ദ പോർഷൻ എടുത്തിരുന്നത് ധാന്യവർഗ്ഗങ്ങളായിരുന്നു. സീരിയൽസ്, പാസ്ത, ബ്രെഡ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ അത്രയ്ക്കും ചോളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബ്രെഡും മറ്റു കാര്യങ്ങളെല്ലാം ഒരു തരത്തിൽ ഈ ധാന്യവർഗ്ഗങ്ങളുമായി റിലേറ്റ് ചെയ്യുന്നു. ചോളം ഒന്നാണ്, ഗോതമ്പ് എല്ലാം തന്നെ ഉണ്ട്. അങ്ങനെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ആൾക്കാരുടെ കൺസ്യൂമറിസം അല്ലെങ്കിൽ കൺസ്യൂമിങ് പാറ്റേൺസ് പോലും മാറിപ്പോയി. ഇതിനകത്ത് ഞാൻ പറയാൻ വിട്ടുപോയ വേറൊരു കാര്യം, 1937 സൂപ്പർ മാർക്കറ്റുകളെ കംപ്ലീറ്റ്ലി മാറ്റിമറിക്കുന്ന ഒരു കണ്ടുപിടുത്തം ഉണ്ടായി. അത് ട്രോളിയായിരുന്നു. അതിനു മുമ്പ് ഷോപ്പിംഗ് ബാസ്ക്കറ്റുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. 1937 സെലിവൻ ഗോൾഡ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ട്രോളി, അദ്ദേഹത്തിൻ്റെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹം ട്രോളിയുടെ പേറ്റൻറ്റോടുകൂടി ട്രോളി ഇറക്കുന്നത്. ആദ്യമൊന്നും ട്രോളി ഒരു മനുഷ്യന് ഉപയോഗിക്കുന്നില്ലായിരുന്നു. ആൾക്കാർ എന്തിനാണിത് എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ
ഈ സിൽവൻ ഗോൾഡ്മാൻ ശരിക്കും മോഡലുകളെ ഹയർ ചെയ്ത് കടയ്ക്കകത്ത് ട്രോളി കൊണ്ട് ഷോപ്പ് ചെയ്ത് കാണിച്ചാണ് ആൾക്കാർക്ക് അതിനോടൊരു താല്പര്യം തോന്നി തുടങ്ങിയത് തന്നെ. ഞാനത് ആദ്യമേ ആ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ പറഞ്ഞപ്പോൾ ആദ്യം അത് പറയേണ്ടതായിരുന്നു, അത് വിട്ടുപോയി ഇപ്പോൾ ഓർത്ത്. അപ്പോൾ കൺസെപ്ഷൻ കൂടി ഈ ആൾക്കാരുടെ പാറ്റേൺ ഓഫ് കൺസെപ്ഷൻ മാറിപ്പോയി. കാര്യം മീറ്റ് പ്രോഡക്റ്റ്സൊക്കെ ഭയങ്കര വലുതായിട്ട് വരുന്നു. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ പാടങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ പല രീതിയിൽ സൂപ്പർ മാർക്കറ്റിൽ എത്താൻ തുടങ്ങി. ജസ്റ്റ് ധാന്യവർഗ്ഗങ്ങളായി മാത്രമല്ല, പ്രോസസ്ഡ് ഫുഡ് വരാൻ തുടങ്ങി. പല രീതിയിലുള്ള ഹൈലി പ്രോസസ്ഡ് ഫുഡ് വരാൻ തുടങ്ങി. അതിൽ വളരെ പ്രധാനമായി ഓർക്കേണ്ടത് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്നുള്ളൊരു സംഭവമായിരുന്നു. ഈ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്ന് പറഞ്ഞാൽ കോണിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡാണ്. നമ്മൾ സാധാരണ പഞ്ചസാര കരിമ്പിൻ പാടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കരിമ്പിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പഞ്ചസാര വളരെ ക്രിസ്റ്റലായിട്ടിരിക്കുന്നതുകൊണ്ട് ഈ ഫുഡ് പ്രോസസ്സിങ് നടത്തുമ്പോൾ പഞ്ചസാര ഹാൻഡിൽ ചെയ്യുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ആ ബുദ്ധിമുട്ടില്ല. വളരെ ഈസി ആയിട്ട് എന്ത് സാധനത്തിൻ്റെ കൂടെയും ഷുഗർ പോകും, അല്ലെങ്കിൽ ഷുഗറിന് പകരം ചേർക്കാവുന്നുള്ള വളരെ ഈസി ആയിട്ട് ആൾട്ടർനേറ്റായിട്ട് ചേർക്കാവുന്ന സാധനമായി ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് മാറി. അങ്ങനെ സൂപ്പർ മാർക്കറ്റുകളിൽ പ്രോസസ്ഡ് ഫുഡായി വരാൻ തുടങ്ങുന്ന എല്ലാ സാധനങ്ങളിലും, മധുരമുള്ള എല്ലാ സാധനങ്ങളിലും ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഒരു സാധാരണ ഇൻഗ്രീഡിയൻ്റായി മാറി. സർവ്വസാധാരണമായ ഇൻഗ്രീഡിയൻറ്റ് ഒരു 1970 തൊട്ട് ഇങ്ങോട്ട് സർവ്വസാധാരണമായി മാറുന്നത്. നമ്മൾ എന്ത് സാധനം സൂപ്പർ മാർക്കറ്റിൽ അമേരിക്കയിൽ പോയി എടുത്താലും അതിനകത്ത് മധുരം ഉണ്ടെങ്കിൽ തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്നും അതിന് വ്യത്യാസമൊന്നുമില്ല. ഇപ്പോഴും ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് കൊക്കക്കോള തുടങ്ങി സകലമാന സാധനങ്ങളിലും എന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഓൾട്ടർനേറ്റീവ്സൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടി, അല്ലെങ്കിൽ ഷുഗർ അത്ര നല്ല കാര്യമല്ല എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഓൾട്ടർനേറ്റീവ്സൊക്കെ വരുന്നുണ്ടെങ്കിലും ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് വളരെ വൈഡായിട്ട് ഉപയോഗിക്കുന്നൊരു സംഭവമാണ്. ഇപ്പോൾ ഈ താരിഫുകൾ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അമേരിക്ക ചൈനയ്ക്ക് മേൽ 34% പ്രഖ്യാപിച്ചു, ചൈന അമേരിക്കയ്ക്ക് മേൽ 34% പ്രഖ്യാപിച്ചു. അമേരിക്ക ലോകത്തിന് പല സ്ഥലത്തും എക്സ്പോർട്ട് ചെയ്യുന്ന, ചൈനയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളിലും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് സോയ്, കോൺ തുടങ്ങിയ ധാന്യവർഗ്ഗങ്ങളാണ്. കാര്യം ഇത് ഭയങ്കര ഹൈ പ്രൊഡക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൂപ്പർ മാർക്കറ്റിൻ്റെ സിസ്റ്റം ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും അമേരിക്ക എത്തിച്ചു. യൂറോപ്പിലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം, റഷ്യയിലുള്ള എക്സിബിഷനൊക്കെ കഴിഞ്ഞതോടുകൂടി യൂറോപ്പിലുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ സൂപ്പർ മാർക്കറ്റുകളുടെ ഒരു ഡിമാൻഡുണ്ട്. അങ്ങനെ ആ ഡിമാൻഡ് വന്നപ്പോൾ അത് അമേരിക്കയ്ക്ക് ഇൻ ടേൺ ബെനിഫിറ്റ് ഉണ്ടായി. ഒന്ന്, അമേരിക്കയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ധാന്യവർഗ്ഗങ്ങൾ കയറ്റി അയക്കപ്പെട്ടു. ഈ സൂപ്പർ മാർക്കറ്റുകളിൽ അവർ പലതരം പ്രോഡക്റ്റുകളായി എത്തപ്പെട്ടു. അതിനോട് മാത്രമല്ല, പല മെഷീനറീസും ബിൽഡ് ചെയ്യുന്ന വലിയ വലിയ കമ്പനീസ് അമേരിക്കയിലുണ്ടായിരുന്നു. ആ കമ്പനീസിൻ്റെ അടുത്തുനിന്ന് ബാക്കി രാജ്യങ്ങളിലെ ഫാമേഴ്സ് ഈ മെഷീൻസ് വാങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഡിയർ, കാറ്റർപില്ലർ തുടങ്ങിയ കമ്പനീസൊക്കെ. അങ്ങനെ ആ തരത്തിലും അമേരിക്കയ്ക്ക് വലിയ നേട്ടമുണ്ടായി. ശരിക്കും ഒരു ചെറിയ ഇൻവെൻഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യമെന്ന് നമുക്ക് തോന്നുന്ന സൂപ്പർ മാർക്കറ്റുകൾ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ പാറ്റേൺ തന്നെ മാറ്റിമറിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് അങ്ങോട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലെത്തി നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ വളരെ വൈഡായിട്ട് ആൾക്കാരുടെ കൺസപ്ഷൻ പാറ്റേൺസ് മാറ്റിമറിക്കുകയാണ്. നമ്മളൊരു ട്രോളിയോ മറ്റൊരു കടയ്ക്കകത്തോട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ലിസ്റ്റ് വെച്ച് ഷോപ്പ് ചെയ്യാറില്ല. നമ്മൾ ട്രോളിയായിട്ട് നടന്നു പോകുന്ന വഴിക്ക് കാണുന്ന സാധനങ്ങളെല്ലാം വാങ്ങി വെച്ച് വരുന്നതാണ്. ഒരു മൈൻഡ്ലെസ് ആയിട്ടുള്ളൊരു കൺസപ്ഷൻ പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ പല സ്ഥലങ്ങളിലും കണ്ടിന്യൂ ചെയ്യുവാണ്. അത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഞാനും നിങ്ങളും എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഈ സാധനം ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ. പണ്ടാണെങ്കിൽ നമ്മൾ 100 രൂപയും കൊണ്ട് കടയിൽ പോയി കഴിഞ്ഞാൽ ആ 100 രൂപയ്ക്ക് അകത്ത് നിൽക്കുന്ന സാധനങ്ങൾ വാങ്ങി നമ്മൾ തിരിച്ചു വരുമായിരുന്നു. കാര്യം നമുക്കറിയാം നമ്മുടെ 100 രൂപയേ ഉള്ളൂ, ഈ 100 രൂപയ്ക്ക് അകത്ത് നിൽക്കുന്ന സാധനങ്ങളാണ് വാങ്ങേണ്ടതെന്നുള്ളത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. സാധനം വാങ്ങിയതിന് ശേഷം നമ്മൾ പേ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിൽവൻ ഗോൾഡ്മാൻ കണ്ടുപിടിച്ച ട്രോളി, അപാരമായ പ്രോഡക്റ്റുകളുടെ അവൈലബിലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള പ്രോസസ്സിങ് എല്ലാ ഫുഡ് ഐറ്റംസിലും നടക്കാറുണ്ട്. പഴവർഗ്ഗങ്ങൾ 1920 ആയപ്പോൾ ഏതാണ്ട് 100ഓളം വെറൈറ്റി ആപ്പിളുകൾ അമേരിക്കയിൽ അവൈലബിൾ ആയിരുന്നു സൂപ്പർ മാർക്കറ്റുകളിൽ. എന്നാൽ ഇന്ന് അത് ഏതാണ്ട് 20നും താഴെ മാത്രമാണ്. അത് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസീസ് റെസിസ്റ്റൻസ് കൂടിയ വെറൈറ്റീസ് മാത്രം കീപ്പ് ചെയ്ത് അല്ലാത്തതെല്ലാം തന്നെ അവർ പതുക്കെ മാർക്കറ്റിൽ നിന്നും ബാക്ക് ഓഫ് ചെയ്തു. അതായത് മേക്കേഴ്സിന് കോസ്റ്റ് കൂടിയിട്ടുള്ള സാധനങ്ങൾ എല്ലാം തന്നെ മാറ്റി. ചില ഫ്രൂട്ടുകൾക്ക് ചില ജീൻസ് ഉള്ളതുകൊണ്ടാണ് ടേസ്റ്റ് വരുന്നത്. പ്രത്യേകിച്ചും പഴം. ഈ പഴത്തിൽ ആ ജനറ്റിക് മോഡിഫിക്കേഷൻ വഴി ആ ജീൻ എടുത്ത് മാറ്റി പഴം
പഴത്തിൻ്റെ ടേസ്റ്റ് തന്നെ വേറൊരു രീതിയിലാക്കി. നമുക്ക് പഴം അമേരിക്കയിൽ വാങ്ങാനായിട്ട് സാധിക്കും. അമേരിക്കയിലുള്ള പഴം കഴിക്കുന്നതും നാട്ടിലുള്ള പഴം കഴിക്കുന്നതും ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ട്. അത് ഇതുകൊണ്ടാണ്. ഈ ഡിസീസ് റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടും മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ബനാനയെ കംപ്ലീറ്റ്ലി എഡിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ശരിക്കും അത് തന്നെ ഒരു വലിയ കഥയാണ്. ബനാന റിപ്പബ്ലിക് എന്ന് ഒരു വേർഡുണ്ട്. അത് കുറച്ച് നാൾ മുമ്പ് റോബർട്ട് വഡേര ഇന്ത്യ ഒരു ബനാന റിപ്പബ്ലിക് ആണെന്ന് പറഞ്ഞപ്പോൾ വലിയ തർക്കം ഒക്കെ ഉണ്ടായിരുന്നു മീഡിയയിൽ, ഇന്ത്യ ഒരു ബനാന റിപ്പബ്ലിക് ആണോ. ശരിക്കും ആ ടേം കോയിൻ ഔട്ട് ചെയ്യുന്നതിന് പുറകിലായിട്ടൊരു വലിയ കഥയുണ്ട്. അമേരിക്കയിലെ പഴങ്ങളുടെ ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, ലാറ്റിൻ അമേരിക്കയിലെ ജനാധിപത്യത്തിൻ്റെ തകർച്ച, ഇതൊക്കെ ഒരു വലിയ സ്റ്റോറിയായിട്ട് പ്രത്യേകം പറയാനുള്ള കഥകളാണ്. അങ്ങനെ സൂപ്പർ മാർക്കറ്റുകൾ വളരെ വളരെ വൈഡായിട്ട് സ്പ്രെഡ് ഔട്ട് ചെയ്തു. ലോകത്തിൻ്റെ എല്ലാ കോർണറുകളിലോട്ടും സ്പ്രെഡ് ഔട്ട് ചെയ്തു. കോൾഡ് വാർ സത്യം പറഞ്ഞാൽ അമേരിക്ക ജയിക്കാൻ ഉള്ള കാരണം പലതായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1957 സ്പുട്നിക്കിനെ ആദ്യമായിട്ട് സ്പേസിൽ വിട്ട് റഷ്യ ഒരു വിജയം നേടിയപ്പോൾ അതിൻ്റെ ആത്യന്തികമായി 1969 മനുഷ്യനെ ചന്ദ്രനിലിറക്കി അമേരിക്ക അവസാന ഗോൾ അടിച്ച് വിജയം നേടുകയാണ് ചെയ്തത്. അതിനോടൊപ്പം തന്നെ ഒരു റീറ്റെയിൽ കൺസപ്ഷൻ ചെയിനിൽ ലോകത്തിന് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ ഉള്ള സൂപ്പർ മാർക്കറ്റുകൾ എന്ന് പറയുന്ന സമ്പ്രദായം, അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കേപ്പബിലിറ്റി, അമേരിക്കൻ ലൈഫിൻ്റെ ഒരു റിച്ച്നെസ് വേൾഡിന് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു റിച്ച്നെസ് വേൾഡിന് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റുകളിലൂടെ സാധിച്ചു. നിങ്ങൾ അമേരിക്കയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് സാധനവും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങളൊരു കടയ്ക്കകത്തോട്ട് കയറിയാൽ മതി. എന്ത് ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സകലമാന സാധനങ്ങളും കിട്ടും. 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെ സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിലുള്ള വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളുണ്ട്. എന്നൊക്കെയുള്ള ഒരു റിച്ച്നെസ് പ്രൊജക്ഷൻ അമേരിക്കയെ കോൾഡ് വാറിൽ വിൻ ചെയ്യുന്നതിൽ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോവിയറ്റ് യൂണിയൻ പിന്നീട് തകർന്ന റഷ്യ ഇപ്പോഴും അമേരിക്കയിലെ 4-1 പോലും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഉള്ള ഒരു കൺട്രിയല്ല. കുറേ സ്ഥലങ്ങളിൽ കുറേ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഓവറോൾ സയൻസ് ആൻഡ് ടെക്നോളജി, റിസർച്ച്, അങ്ങനെ എല്ലാ മേഖലകളിലും ഒരു അഗ്രഗണ്യനാകുന്ന രീതിയിൽ അമേരിക്കയെ വളർത്തിയെടുക്കാൻ ഈ 1957 കഴിഞ്ഞ് പിന്നെ സ്പെൻഡ് ചെയ്ത റിസർച്ചും ടെക്നോളജിയിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള മണി എല്ലാം തന്നെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽ നമ്മുടെ മുന്നിൽ എത്തിയതാണ്. ഈ മാർജിൻ ഫ്രീ മാർക്കറ്റ് ആയാലും ശരി, സൂപ്പർ മാർക്കറ്റ് ആയാലും ശരി, ഹൈപ്പർ മാർക്കറ്റ് ആയാലും ശരി, നമ്മൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സിസ്റ്റം, ഇങ്ങനൊരു കടകളുണ്ടാവുമെന്നും നമുക്ക് ആ കടയ്ക്കകത്തോട്ട് കയറി കഴിഞ്ഞാൽ എന്ത് സാധനം വേണമെങ്കിലും ആ കടയിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവുമെന്നും ഞാൻ ഒരിക്കൽ പോലും സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നില്ല. ഞാനൊക്കെ കുട്ടിക്കാലത്ത് 50 രൂപയ്ക്ക് നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ, അതിൽ 5 രൂപ നമുക്ക് ബാലൻസ് ഉണ്ടാവും, അത് നമ്മുടെ ടിപ്പാണ്, ആ 5 രൂപ കീപ്പ് ചെയ്യുന്നതാണ്. ഒരിക്കലും അത്തരം കടകൾ നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് മാഞ്ഞു പോകുമെന്നും നമ്മളുടെ കൺസ്യൂമറിസം പാറ്റേൺ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുമെന്നൊന്നും നമ്മൾ ഒരിക്കലും കരുതിയിരുന്നില്ല. അത്തരം ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതും ഇന്ത്യ പോലെ രാജ്യം 1990 കഴിഞ്ഞാണ് നമ്മൾ മാർക്കറ്റ് പതിയെ തുറന്നു കൊടുത്തത്. ഈ 30 വർഷം കൊണ്ടാണ് നമ്മുടെ ഒരു സ്റ്റൈൽ ഓഫ് ലൈഫ് ക്യാപിറ്റലിസത്തിന് അലൈൻഡായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നത്. അതൊരു തിയോളജിക്കൽ അല്ലെങ്കിൽ ഒരു ഫിലോസഫിക്കൽ ഡിസ്കഷനാണ് ശരിക്കും പറഞ്ഞാൽ. ക്യാപിറ്റലിസത്തിൻ്റെ വേ ഓഫ് ലൈഫ്, അതിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ അതൊരു കഥയായിട്ട് പറയാൻ പറ്റില്ല. ഒരു 2-3 പേരെ കൊണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ്. അപ്പോൾ അങ്ങനെ വലിയ തരത്തിലുള്ള ഇൻഫ്ലുവൻസ് കോൾഡ് വാർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ശീതയുദ്ധം എന്ന് പറയുന്ന ആ സിറ്റുവേഷൻ നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ബൈ പ്രോഡക്റ്റാണ് നമ്മളിന്ന് കാണുന്ന സൂപ്പർ മാർക്കറ്റുകൾ. സൂപ്പർ മാർക്കറ്റുകൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ ലെവൽ ഓഫ് ഇൻഡസ്ട്രിയലൈസ്ഡ് ആൻഡ് പ്രോസസ്ഡ് ഫുഡ് വരുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ആ കടയിൽ ചെന്ന് ഒരു സാധനം വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അത്തരം ആ കടയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്ന കുട്ടികളിലുണ്ടാകുന്ന ഡയബറ്റീസ് ഇന്ന് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും, യൂറോപ്പിലുള്ള ചെറിയ കുറച്ച് രാജ്യങ്ങൾ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ രാജ്യങ്ങളിലും വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം കുട്ടികൾ കൺസ്യൂം ചെയ്യുന്ന അനിയന്ത്രിതമായ ഷുഗർ പ്രോഡക്റ്റുകളുടെ ഫലമായിട്ടാണ് അതുണ്ടാകുന്നത്. എന്നുവെച്ചാൽ എന്ത് സാധനം തൊട്ടാലും അളവിൽ കൂടുതൽ ഷുഗർ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. ബിസ്ക്കറ്റ് എടുത്താലും ഷുഗറാണ്. പിന്നെ പണ്ടൊക്കെ നമ്മൾ മുട്ടായി കഴിച്ചാൽ മാത്രമാണ് മധുരം ഉണ്ടായിരുന്നത്. ഇന്നും അങ്ങനെയല്ല. എന്ത് സാധനം എടുത്താലും എന്ത് സാധനത്തിലും ഈ മധുരം, ഷുഗർ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ വാങ്ങുമ്പോൾ അൾട്രാ പ്രോസസ്ഡ് അല്ലാത്ത 150 ഇൻഗ്രീഡിയൻസ് ഉള്ള ഫുഡൊന്നും വാങ്ങാതെ, പ്രത്യേകിച്ചും കൊച്ചുകുട്ടികൾക്ക്
വളരെ സിമ്പിൾ ലിസ്റ്റിംഗ് ഉള്ള ഫുഡുകളൊക്കെ വാങ്ങുക സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഭക്ഷണം വാങ്ങുമ്പോൾ. എന്തായാലും സൂപ്പർ മാർക്കറ്റുകളുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് വേറെ കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അത്തരം വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.